ഇസ്ലാമിക സമൂഹത്തിന് ഇന്ത്യ രാജ്യത്ത് വിശ്വാസപരമായി ജീവിക്കുവാനുള്ള അവകാശമാണ്. ഭരണഘടന അനുവദിച്ചു നൽകിയ അവകാശമാണ്. ആ ഭരണഘടനയിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് ഇവിടെ മുസ്ലിമായി ജീവിക്കാം, അയാൾക്ക് ആ വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കാം, അവരുടെ പ്രവാചകനെ അവർക്ക് പരിചയപ്പെടുത്താം, ആ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ അവർക്ക് പറയാം. സമയമാകുമ്പോൾ അവർക്ക് കൃത്യമായി നിസ്കരിക്കാം, ആ നിസ്കാരത്തിനു വേണ്ടി പള്ളികളിൽ ബാങ്ക് വിളിക്കപ്പെടാം, അതിനുവേണ്ടി ആരാധനാലയങ്ങൾ നിർമ്മിക്കപ്പെടാം, അതിനുവേണ്ടിയുള്ള ഒരുമിച്ച് കൂടൽ നടത്താം. നിയമപരമായി ഈ രാജ്യം അനുശാസിക്കുന്ന ഭരണഘടനാ സ്വാതന്ത്ര്യത്തിലൂടെ വിശ്വാസ പ്രചാരണത്തിന് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് ആരുടെയും ഔദാര്യമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അടിസ്ഥാനപരമായ അവകാശമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോകുവാൻ. ഇവിടെ മതത്തിന്റെ വിധി പറയുവാൻ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവകാശമില്ല. നമുക്കറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒരു വിഷയം നടന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിശേഷം നടന്നു. നിങ്ങൾക്കറിയുമോ, ഇന്ത്യ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ ആ വിഷയം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പണ്ഡിത സമൂഹത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിം പണ്ഡിതന്മാർ, അവരുടെ പള്ളികളിലോ അവരുടെ സ്റ്റേജുകളിലോ അവരുടെ മത സമ്മേളനങ്ങളിലോ ശബരിമലയിൽ ആ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകമായ ഒരു അഭിപ്രായവും പറയുവാൻ നിന്നിട്ടില്ല. എന്തുകൊണ്ട്? അത് ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസമാണ്, ഹൈന്ദവ സമൂഹത്തിന്റെ ആചാരമാണ്. ആ ആചാരത്തിൽ എപ്രകാരം നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട വിവരമുള്ള ആളുകളാണ് തീരുമാനിക്കേണ്ടത്. അതിന് ആചാര്യന്മാരുണ്ട്, അതിന് ഹൈന്ദവ മതപണ്ഡിതന്മാരുണ്ട്, വേദങ്ങളും പുരാണങ്ങളും പഠിച്ചവരുണ്ട്, അയ്യപ്പന്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കിയവരുണ്ട്, പുരാണങ്ങളെ സംബന്ധിച്ച് നല്ലതുപോലെ വിജ്ഞാനമുള്ള ആളുകളുണ്ട്. അവരാണ് അതിൽ പ്രതിഷേധിക്കും. വെളിയുടെ വിസർജനത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കപ്പെടുന്നത് നമുക്കറിയാം. ഈ രാജ്യത്ത് ഇന്നും ശൗചാലയം പൂർണ്ണമായിട്ടില്ല. നിരക്ഷരരാണ് ഈ രാജ്യത്ത് ഒരുപാട് ആളുകൾ. വൈദ്യുതി ലഭിക്കാത്ത ഗ്രാമങ്ങളാണ് ഇന്ത്യ രാജ്യത്ത്. ആയിരക്കണക്കിന് ഗ്രാമങ്ങളുണ്ട്. വിദ്യാഭ്യാസപരമായ പുരോഗതി ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അസുഖം വന്നാൽ നല്ലതുപോലെ ട്രീറ്റ്മെന്റ് നൽകുവാനില്ലാത്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങളുള്ള കുഗ്രാമങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുമുള്ള ഒരു രാജ്യത്താണ് ഭരണാധികാരികൾ അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. രാജ്യത്തെ ജനങ്ങളുടെ, പ്രജകളുടെ നന്മകളാണ് അവർ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഓരോ സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളിൽ ഓരോ ഗവർണർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ ഈ രാജ്യത്തിന്റെ ഈ സ്റ്റേറ്റുകളുടെ ഫെഡറൽ സംവിധാനങ്ങളെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടവരാണ്. രാജ്ഭവനുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിയമനിർമ്മാണത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഇവിടുത്തെ വിശ്വാസി സമൂഹം എങ്ങനെ ജീവിക്കണമെന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയല്ല. യുക്തിവാദികളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവർ അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകട്ടെ. സർവമത സത്യവാദികളുണ്ട് നമ്മുടെ രാജ്യത്ത്, അവർ അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകട്ടെ. ഹിന്ദു സഹോദരന്മാർ അവരുടെ ആചാരങ്ങളും അവരുടെ ആരാധനകളും നിലനിർത്തുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവ വിഭാഗങ്ങൾ ഒരുപാടുണ്ട്. അവർ ബൈബിളിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. മുസ്ലിമീങ്ങൾ അവർക്ക് ഇന്ത്യൻ ഭരണഘടന വിശ്വാസപരമായി ജീവിക്കുവാൻ എന്തെല്ലാം അവകാശങ്ങൾ നൽകിയിട്ടുണ്ടോ ആ അവകാശങ്ങളിലൂടെ മുന്നോട്ട് പോകാം. ആ അവകാശങ്ങളിൽ ഒന്നാണ് ലോകത്തിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിനെതിരെയുള്ള വർത്തമാനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുവാൻ പാടില്ല. അത് രാജ്യം ഭരിക്കുന്നവരായാലും തീവ്ര വലതുപക്ഷക്കാരായാലും ചെറിയ വലതുപക്ഷക്കാരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും പരസ്പര ബഹുമാനത്തിന്റെ, ആദരവിന്റെ, സംസ്കാരത്തിന്റെ നല്ല ലജ്ജയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കണമെന്നാണ് നമുക്ക് ഈ രാജ്യത്തിന്റെ മുന്നിൽ പറയുവാനുള്ളത്. ഇന്ത്യ ആരുടേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇന്ത്യ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ രാജ്യമാണോ? ഇന്ത്യ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാജ്യമാണോ? ഇന്ദ്രപ്രസ്ഥത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരം ലഭിക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ വിചാരിക്കുന്നത് ഇനി ഇന്ത്യ മുഴുവൻ ഞങ്ങളുടേതാണ് എന്നാണ്. ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചാൽ ഈ രാജ്യത്തെ കോൺഗ്രസുകാരുടെ മാത്രമല്ല ഇന്ത്യ. ഇന്ത്യ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചാൽ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല ഇന്ത്യ. ഇന്ത്യ BJP ഭരിച്ചാൽ ഈ രാജ്യത്തെ BJPക്കാരുടെ മാത്രമല്ല ഇന്ത്യ. ഇന്ത്യ ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ പൗരന്റെയുമാണ്. ഇന്ന് വരെ ജനിച്ചു വീണിട്ടുള്ള ഓരോ പൗരന്റെയുമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ അന്യരല്ല. ഈ രാജ്യത്തിന്റെ ഭാഗവാക്കുകളായ ആളുകളാണ്. ഈ രാജ്യത്തിന്റെ ഭാഗവാക്കുകളായ ആളുകളാണ്. ചരിത്രങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. എപ്പോഴും മനുഷ്യർ നുണകളുടെ കൊട്ടാരങ്ങൾ കെട്ടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നുണകൾ നമുക്കറിയാം. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർ നുണകളുടെ ഫാക്ടറികളിൽ അഭിരമിക്കുന്നവരാണ്. ഗുജറാത്തിലും രാജസ്ഥാനിലുമൊക്കെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 3 ഷിഫ്റ്റുകളിലായി ഒരു നിമിഷം പോലും ഓഫ് ആവാതെ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ ഫാക്ടറികൾ ഉണ്ട് എന്നാണ്. ആ സോഷ്യൽ മീഡിയ ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെടുന്ന നുണകൾ നമ്മുടെ രാജ്യത്ത് വിതരണം ചെയ്യുക സംഘപരിവാറിന്റെ ജോലിയാണ്. അതിലൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. താജ്മഹൽ
താജ്മഹൽ നമുക്കറിയാം. ഇന്ത്യയിലെ പ്രമുഖ മുഗൾ വംശജരിൽപ്പെട്ട ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട പത്നിയായിരുന്ന, ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ കാമുകിയാവുകയും പിന്നീട് അദ്ദേഹത്തിന്റെ പത്നിയായി മാറുകയും ചെയ്ത മുംതാസ് മഹലിന് വേണ്ടിയിട്ട് അദ്ദേഹം നിർമ്മിച്ച വളരെ മനോഹരമായ സൗധം, ലോകത്തിന്റെ മുന്നിൽ 7 അത്ഭുതങ്ങളായി വിളങ്ങി നിന്ന താജ്മഹൽ എന്ന സൗധം. ആ താജ്മഹൽ ലോകത്തിന്റെ മുന്നിൽ ഉയർന്നു നിന്നു. വിദേശ തീർത്ഥാടകർ എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വെള്ള മാർബിളുകളാൽ ലോകത്തിനെ അത്ഭുതപ്പെടുത്തിയ താജ്മഹൽ. ആ താജ്മഹൽ ആരാണ് നിർമ്മിച്ചത്, എന്നാണ് നിർമ്മിച്ചത് എന്ന് അറിയാത്തവരാരും ലോകത്തില്ല. പക്ഷേ ഇന്ന് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ലോകത്തിന്റെ മുന്നിൽ പറയുന്നത് ആ താജ്മഹൽ തേജോ മഹാലയം എന്ന് പറയുന്ന ആരാധനാലയമായിരുന്നു അത്രയും നാൾ. അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാനാണ് എന്ന്. ഇവർക്ക് അറിയാത്തത് കൊണ്ട് പറയുന്നതല്ല, നുണകളാണ് എപ്പോഴും ഇവർക്കുള്ളത്. അടിമവംശത്തിന്റെ നേതാവായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കാണ് കുത്തുബ് മിനാർ നിർമ്മിച്ചതെന്ന് അറിയാത്തവർ ആരാണുള്ളത്? ആ പേരിൽ തന്നെ അറിയാമല്ലോ. ഇന്ത്യയിലെ പ്രമുഖമായ വടക്കേ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു വിഭാഗമാണ് അടിമവംശം. ആ അടിമവംശത്തിന്റെ നേതാവായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കാണ് ആ കുത്തുബ് മിനാർ എന്ന് പറയുന്ന ഒരു സൗധമുണ്ടാക്കിയത്. അതും ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യമായി ലോകത്ത് ഉയർന്നു നിൽക്കുകയാണ്. അതിന്റെ അടിയിലും ഇപ്പോൾ മാന്തണമെന്ന് പറയുകയാണ്. ഇപ്പോൾ അടിയിൽ മാന്തുക ഒരു ട്രെൻഡാണല്ലോ. ഹൈന്ദവ ദൈവങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ. നല്ലതുപോലെ അല്ല എങ്കിലും നമ്മൾക്ക് പറ്റുന്നത് പോലെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ അലമാരകളിലുമുണ്ട് പരിശുദ്ധ ഖുർആനോടൊപ്പം ബൈബിളും അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. നമുക്കും അറിയാം വായിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ. അവിടെയെല്ലാം ഹൈന്ദവ ദേവന്മാരെ കുറിച്ച് പറയുന്നത് അവർ വളരെ കഴിവുള്ള ആളുകളാണ് എന്നാണ്. അവർ ഈ ലോകത്തിനെ നിയന്ത്രിക്കുവാൻ പറ്റുന്നവരാണ് എന്നാണ്. പരമശിവൻ ശ്രീ മഹാദേവനെ കുറിച്ച് പറയുന്നത് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ്. അത്രയും തീക്ഷ്ണമായി നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തെ കേട്ടിട്ടുള്ള കണത്താറുകുന്നം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയായിരിക്കുന്ന ശ്രീ മഹാദേവർ അഥവാ പരമശിവൻ, അദ്ദേഹം കഴിവുള്ള ആളല്ലേ? അദ്ദേഹം ലോകത്തിനെ നിയന്ത്രിക്കുന്ന ആളല്ലേ? ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഈ ഹൈന്ദവ സഹോദരന്മാർ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയല്ലേ? ആ ആരാധനാമൂർത്തിയെ മറ്റൊരു മതവിഭാഗത്തിന്റെ പള്ളിയുടെ അടിയിലുണ്ട് എന്ന് പറഞ്ഞ് മാന്തുവാൻ പോവുക എന്ന് പറഞ്ഞാൽ അവിടെ നാണക്കേട് ആർക്കാണ്? ആ ആരാധിക്കപ്പെടുന്ന ദൈവത്തിന് തന്നെയല്ലേ നാണക്കേട്? ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കണ്ടേ? ബുദ്ധിയുള്ള ആളുകൾ അതല്ലേ ചിന്തിക്കേണ്ടത്? നമ്മൾ ലോകത്തിന്റെ ഏറ്റവും പ്രമുഖമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു ദൈവം, ആ ദൈവത്തിന് മറ്റൊരു ആരാധനാലയത്തിന്റെ അടിയിൽ പോയി കിടക്കേണ്ടുന്ന ഗതികേടുണ്ടോ? അത്രമാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എപ്പോഴും നമ്മളുടെ വിശ്വാസങ്ങളെ ഉയർത്തി തന്നെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് അന്യമല്ല. കാരണം ഈ രാജ്യത്തിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു വരുന്നത് ഒരു യുദ്ധത്തിലൂടെ വന്നവരല്ല, ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി വന്നവരല്ല, പാലായനം ചെയ്തു കൂട്ടത്തോടെ വന്നവരല്ല, ലോക രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായപ്പോൾ അഭയാർത്ഥികളായി വന്നവരല്ല. AD 58 പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് ശേഷം വന്നവരാണ്. ക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് ശേഷം അറേബ്യയിൽ ജനിച്ച പ്രവാചകന് 58 വയസ്സ് പൂർത്തിയാകുന്ന വേളയിലാണ് കൊടുങ്ങല്ലൂരിൽ മുസിരിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിലേക്ക് പ്രവാചകന്റെ അനുയായികളായ മാലിക് ബിൻ ദിനാറും തന്റെ കൂട്ടുകാരും കടന്നു വരുന്നത്. അവർ മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂരിലേക്ക് വരികയാണ്. അവർ കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോൾ ചേരമാൻ പെരുമാൾ രാജാവ് അദ്ദേഹത്തിന്റെ വീടുകളും അദ്ദേഹത്തിന്റെ വസ്തുക്കളും മുസ്ലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള വസിയത്തിൻ പേരിൽ ഇവിടെ ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുകയാണ്. 11 പേര് മാത്രമാണ് ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വന്ന മുസ്ലിമീങ്ങൾ. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ലായിരുന്നു, അവരുടെ കയ്യിൽ ജനങ്ങളെ മയക്കുന്ന മരുന്നുകളില്ലായിരുന്നു, അവരുടെ കയ്യിൽ എന്തെങ്കിലും വശീകരണ ബന്ധങ്ങളിലായിരുന്നു. പക്ഷെ അവരെപ്പോഴും സത്യവിശ്വാസത്തിന്റെ ലോകത്തിന്റെ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത സാഹോദര്യത്തിന്റെയും സഹനത്തിന്റെയും പതാകയും ഏന്തിക്കൊണ്ടാണ് അവർ കടന്നു വന്നത്. അവരെ സ്വീകരിച്ചത് ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരന്മാരാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയായ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാവുക, ജഗന്നിയന്താവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നവരാവുക എന്ന ആ വെള്ളിയാഴ്ചയുടെ ജുമഅയുടെ ഖുത്ബയുടെ പ്രഭാഷണം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് കൊടുങ്ങല്ലൂരിൽ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളിയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഖുത്ബ നിർവഹിക്കപ്പെടുന്നത്. പിന്നെ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് വളർന്നത്? ചരിത്രം പഠിക്കുന്നവർക്കറിയാമല്ലോ. നമ്പൂരി മുതൽ നായാടി വരെ ഒന്നിക്കണമെന്ന് പറഞ്ഞ് ഒന്നിക്കുമ്പോൾ അതിനുള്ള ആഹ്വാനങ്ങൾ നടത്തപ്പെടുമ്പോഴും എന്തുകൊണ്ട് ഒന്നിക്കപ്പെടുന്നില്ല? നമ്മുടെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട സുകുമാരൻ നായരുടെ നേതൃത്വത്തിലും ഇവിടെ നമ്പൂരി മുതൽ നായാടി വരെ ഒന്നിക്കണമെന്ന് പറഞ്ഞ് ഒരു വലിയ പ്രക്ഷോഭവും ഒരു വലിയ കൂട്ടവും ഒക്കെ ഉണ്ടായല്ലോ.
പക്ഷെ ഒന്നിക്കുകയില്ല. ഈ ലോകം അവസാനിക്കുന്നത് വരെ ഒന്നിക്കുകയില്ല. മതപരിവർത്തനം നടത്തപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യത്ത്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? നമ്പൂതിരി ജാതി വ്യവസ്ഥയിൽ പെട്ടുപോയ ഈ രാജ്യത്തിലെ അധസ്ഥിതരായ ആളുകൾ അവർ കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. അവർ മതവിഭാഗങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അവർക്ക് മനുഷ്യരായി ജീവിക്കുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞത്, കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നോ വൻകടലിൽ സീറും തിരകൾ മുറിച്ചോ ഹിമാലയ മേറിയോ വന്നവരേറെയില്ല. ആട്ടും വിലക്കും വഴിയാട്ടും മറ്റുമേ കൂട്ടർ സഹിച്ചു പൊറുതിമുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയാൾ താനെ കെട്ടു കഴിഞ്ഞ നമ്പൂരി മതം. ഇത് കുമാരനാശാന്റെ വരികളാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ ആട്ടും വിലക്കും വഴിയാട്ടും സഹിക്കവയ്യാതെ മനുഷ്യരായി ജീവിക്കുവാനുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പരിവർത്തനമാണ് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ വർദ്ധിക്കുവാൻ കാരണം. ക്രൈസ്തവരുണ്ടാകുവാനും കാരണം അങ്ങനെ തന്നെയാണ്. മിഷണറീസിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായ ആളുകൾ വന്നത് മനുഷ്യരായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, ഇതെല്ലാം ചരിത്രമല്ലേ. എത്രയോ ദൂരം വഴി തെറ്റു നിൽക്കുമോ രേട ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചുറ്റും അവനെത്തി ചാരത്തിരുത്തിടാം ചുറ്റും പേടിക്കേണ്ട എൻപുരാനെ എന്ന് പാടിയത് കുമാരനാശാനാണ്. തൊപ്പിയിട്ടാൽ മാർഗം കൂടിയാൽ പൊന്നാനിയിൽ പോയി മുസ്ലിമായാൽ വഴിയിലൂടെ അന്തസ്സായി നടക്കാം. കാരണം പുലയന് വഴിയിലൂടെ നടക്കുവാൻ അവകാശമില്ല, പറയന് വഴിയിലൂടെ നടക്കുവാൻ അവകാശമില്ല. ആയിരക്കണക്കായ വർഷങ്ങളായി ഈ രാജ്യത്ത് പാവപ്പെട്ട സമൂഹത്തിൽപ്പെട്ടവരെ അടിച്ചമർത്തി വെച്ചിരുന്നു. ഇന്നത്തെ സംഘപരിവാറിന്റെ മുൻരൂപമായ ഈ രാജ്യത്തിന്റെ സവർണ മേധാവികൾ ശരീരത്തിന്റെ നിറം കറുത്തുപോയതിന്റെ പേരിൽ, താഴ്ന്ന വർഗത്തിൽ ജനിച്ചതിന്റെ പേരിൽ പാവപ്പെട്ടവനെ ചേറിലും ചെളിയിലും ചവിട്ടി താഴ്ത്തുമ്പോഴും അവന് കുമ്പിളിൽ കഞ്ഞു കൊടുത്തുകൊണ്ട്, തറയിൽ കുടി കുടിച്ചിട്ട് അവിടെ കഞ്ഞു കൊടുത്തുകൊണ്ട്, അവൻ പാടത്ത് പണിയെടുക്കുന്നതിന് കൂലി നൽകാതെ, അവനെ അധസ്ഥിതനായി പട്ടിക്ക് നൽകുന്ന വില നൽകാതെ, നായ്ക്കുട്ടിക്ക് നൽകുന്ന വില നൽകാതെ, വീട്ടിൽ വളർത്തുന്ന പൂച്ചയുടെയും കാക്കയുടെയും പോത്തിന്റെയും വില നൽകാതെ മനുഷ്യനെ അധസ്ഥിതനാക്കി ഇവിടുത്തെ സവർണ ഫാസിസം വെച്ചതിന്റെ അനന്തരഫലമാണ് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ വർദ്ധിച്ചത്. ഇതാണ് ചരിത്രം. ഇത് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം കയ്യിൽ കാവി ചരടും കെട്ടിക്കൊണ്ട് RSSന് സിന്ദാബാദ് വിളിക്കുന്ന പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഈഴവ സമൂഹത്തിൽപ്പെട്ടവരും പഠിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് നടന്ന അധസ്ഥിത വിഭാഗത്തിന്റെ തേരോട്ടങ്ങളും അവരുടെ യാതനകളും അവരുടെ പ്രശ്നങ്ങളും. ഈ വഴിയിലൂടെ അവർക്ക് നടക്കുവാൻ അവകാശമില്ലായിരുന്നു. നമുക്കറിയാം, ഈ രാജ്യത്ത് നടന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും അവിടെ ഒന്നായിട്ടാണ് ജീവിച്ചത്. 700 വർഷമാണ് രാജ്യം മുസ്ലിം ചക്രവർത്തിമാർ ഭരിച്ചത്. എവിടെയും ഒരു വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല, എവിടെയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അമ്പലങ്ങൾ പൊളിക്കപ്പെട്ടിട്ടില്ല, പള്ളികൾ തകർക്കപ്പെട്ടിട്ടില്ല. ഇവിടെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ക്ലാസിക്കുകളായ രാമായണവും മഹാഭാരതവുമൊക്കെ അറബ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നന്നായി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇതിഹാസത്തിന്റെ കഥകൾ മഹാഭാരതം അറബ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീരാമ ഭഗവാന്റെ രാമായണം അറബ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറബ് വേദഗ്രന്ഥങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെങ്കോട്ടയും താജ്മഹലും കുത്തബ് മിനാറും ആഗ്രയും ഡൽഹിയുമെല്ലാം ഈ രാജ്യത്തെ ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഭരണാധികാരികൾ നൽകിയ ഏറ്റവും വലിയ സംഭാവനകളാണ്. ആ സംഭാവനകളിലൂടെയാണ് ഈ രാജ്യത്ത് ഇസ്ലാമും മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും എല്ലാ മനുഷ്യരും ഒന്നായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയത്. നിങ്ങൾക്കറിയുമോ മാനവ വിക്രമൻ സാമൂതിരിയുടെ കഥ? കോഴിക്കോട്ട് സാമൂതിരിയെ കുറിച്ച് അറിയാത്തവരില്ലല്ലോ. ആ കോഴിക്കോട്ട് സാമൂതിരിയുടെ പട്ടാളത്തിന്റെ തലവന്മാർ ആരായിരുന്നു? 4 തലമുറയിലെ കുഞ്ഞാലിമരക്കാർമാരായിരുന്നു. 4 തലമുറകളിലെ കുഞ്ഞാലിമരക്കാർമാരായിരുന്നു കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ നേതാക്കന്മാർ. അതിനേക്കാൾ രസകരമായ ഒരു കാര്യമുണ്ട്. മാനവ വിക്രമൻ സാമൂതിരിയുടെ കാലഘട്ടത്തിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്ത ആളുകളെ സാമൂതിരിയുടെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്യുമായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്ത ആളുകളെ, ജുമാ നിസ്കരിക്കുവാൻ പോകാത്ത കാക്കാമാരെ അറസ്റ്റ് ചെയ്തിരുന്നു ഹിന്ദു രാജാവ്. മനസ്സിലാക്കണം നന്നായി. വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാതെ ഏതെങ്കിലും ഒരു മുസ്ലിം തെരുവിലൂടെ നടന്നാൽ അവരെ അറസ്റ്റ് ചെയ്യുവാൻ സാമൂതിരിയുടെ രഹസ്യ പോലീസുകാർ നടക്കുമായിരുന്നു. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പ്രത്യേക തടവറയിൽ പാർപ്പിക്കും. പിറ്റേ വെള്ളിയാഴ്ചയാകുമ്പോൾ രാവിലെ കുളിപ്പിച്ച് വെള്ളവസ്ത്രം ധരിപ്പിച്ച് ഏതെങ്കിലും പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വിടും. എന്നിട്ട് പറയും കയറി നിസ്കരിക്കുവാൻ. ആരാ? ഹിന്ദു രാജാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ഒരു മാനവിക സമൂഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ കഥകളാണ് നമ്മൾ പറയുന്നത്. ആ മാനവ വിക്രമൻ സാമൂതിരിയുടെ കൊട്ടാരത്തിന്റെ സദസ്സിലേക്കാണ് മങ്ങാട്ടച്ചൻ ഒരിക്കൽ കടന്നു വരുന്നത്. തന്റെ കൂട്ടുകാരനായിരുന്ന കുഞ്ഞായി മുസ്ലിയാർ. നമുക്കറിയാം, മങ്ങാട്ടച്ചനെയും കുഞ്ഞായി മുസ്ലിയാരെയും കുറിച്ച് അറിയാത്തവരില്ല. എന്റെ കൂട്ടുകാരനായ കുഞ്ഞായൻ 600 വരികളുള്ള ഒരു പ്രവാചക പ്രകീർത്തനം എഴുതിയിട്ടുണ്ട്. മങ്ങാട്ടച്ചൻ സാമൂതിരിയുടെ മുന്നിൽ വന്നത് അതിനാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ കുഞ്ഞായി മുസ്ലിയാർ 600 വരികളുള്ള
ഒരു പ്രവാചക പ്രകീർത്തനം എഴുതിയിട്ടുണ്ട്, നബി മദഹ് എഴുതിയിട്ടുണ്ട്. ആ പാട്ട് പ്രസിദ്ധീകരിക്കുവാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് രാജാവിന്റെ മുന്നിലേക്ക് വന്നപ്പോൾ സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് കുഞ്ഞായി മുസ്ലിയാരെ വിളിച്ചു വരപ്പെട്ടു. എന്നിട്ട് 600 വരികളും ആ കൊട്ടാരത്തിന്റെ ദർബാറിൽ ഓതി കേൾപ്പിക്കപ്പെട്ടു. ആ പ്രവാചകന്റെ പേരിലുള്ള പാട്ട് ഓതി തീർന്നപ്പോൾ, പാടി തീർന്നപ്പോൾ മാനവ വിക്രമൻ സാമൂതിരി പറഞ്ഞത്, ഈ പാട്ട് കുഞ്ഞായി മുസ്ലിയാർക്ക് മാത്രം പാടാനുള്ളതല്ല, ഗവൺമെന്റ് ഇതാ പ്രത്യേകമായി ശമ്പളം നൽകുകയാണ്. എന്റെ സ്വരൂപത്തിൽ ഞാൻ ഭരിക്കുന്ന എല്ലാ പ്രദേശത്തിലേക്കും നിങ്ങൾ ഈ പാട്ടുമായി പോകണം. എന്നിട്ട് പള്ളികളിൽ, കവലകളിൽ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഈ മദ്ഹ് പാട്ടുകൾ, ഈ പ്രകീർത്തന ഗാനങ്ങൾ നിങ്ങൾ ആലപിക്കണമെന്ന് പറഞ്ഞ് പൈസ കൊടുത്ത മാനവ വിക്രമൻ സാമൂതിരിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്ന സാമുദായിക ഐക്യത്തിന്റെ കഥകളാണ് നമ്മുടെ മുന്നിലുള്ളത്. കലാമണ്ഡലത്തിന്റെ മുന്നിലൂടെ പോയിട്ടുള്ളവർ ഇവിടെ ഉണ്ടല്ലോ. കലാമണ്ഡലത്തിന്റെ മുന്നിലൂടെ പോകുമ്പോൾ വള്ളത്തോൾ എന്ന് പറയുന്ന ശ്രീനാരായണ മേനോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കവിയെ നമുക്കറിയാം. ശുദ്ധ ബ്രാഹ്മണനായ, ഉടുപ്പ് ധരിക്കാത്ത, കുടുംബം വെക്കുന്ന ശുദ്ധ ബ്രാഹ്മണനായ ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ കലാമണ്ഡലത്തിന്റെ മുന്നിലൂടെ യാത്ര ചെയ്യുവാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവിടെ 1 മിനിറ്റ് നിൽക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്നറിയുമോ? കലാമണ്ഡലത്തിന്റെ മുന്നിൽ വള്ളത്തോളിന്റെ പ്രതിമ ഇരിപ്പുണ്ട്. ആ പ്രതിമയുടെ മുന്നിൽ ഒരു അല്പനേരം നിൽക്കാറുണ്ട്. പ്രതിമയെ ആദരിച്ചുകൊണ്ടല്ല. ഞാനപ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ഈ ഇരിക്കുന്ന മനുഷ്യനാണല്ലോ ഈ കേരളത്തിന്റെ മണ്ണിൽ മലയാളത്തിൽ എഴുതപ്പെട്ട പ്രവാചക പ്രേമത്തിന്റെ ഗാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗാനം എഴുതിയ ആള് ഈ രാജ്യത്ത് കടന്നുപോയ നമ്പൂതിരിയായ ബഹുമാന്യനായ വള്ളത്തോൾ നാരായണ മേനോനാണ്. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം, നിരസ്ത വിശ്വാസത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസരറിയബേക്കാർ. ബഹുമാനപ്പെട്ട ശ്രീനാരായണ മേനോന്റെ കവിതകളാണ്. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം, നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസരറിയബേക്കാർ. കുറുമ്പ് മാറാത്ത കുറേശി കൂട്ടരോട് ഓടിക്കൊടുത്തേൻ പലവട്ടവും താൻ, നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല അല്ലാഹു സർവാധിശക്തനേകൻ. ഈ പാട്ട് പാടിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. പ്രവാചകനെ കുറിച്ചുള്ള പ്രകീർത്തനം ഇവിടെ മുസ്ലിം വിരോധവുമായി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സംഘപരിവാറിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഒരു പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാനം എഴുതിയ മഹാകവിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. KG രാഘവ മേനോനാണ് 6666 ആയത്തുകളുള്ള പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതിയത്. ആ പരിഭാഷ അദ്ദേഹം എഴുതിയത് ഗാനരൂപത്തിലാണ്. 6666 ആയത്തുകളെ ഗാനരൂപത്തിലാക്കി എഴുതിയത് KG രാഘവൻ നായർ എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ജനിച്ച മഹാനായ ആളാണ്. നമുക്കറിയാം യൂസുഫ് അലി കേച്ചേരിയെ ആലിലെ കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന പാട്ട് അറിയാത്തവരാരാണ് ഇവിടെ ഉള്ളത്? ആരാണ് ആലിലെ കണ്ണന്റെ പാട്ട് എഴുതിയത്? ആരാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാട്ടുകൾ എഴുതിയത്? യൂസുഫ് അലി കേച്ചേരി എന്ന് പറയുന്ന തൃശ്ശൂരിലെ കേച്ചേരി പുഴയുടെ തീരത്ത് ഈ രാജ്യത്ത് ഒരുപാട് ഗാനങ്ങൾ എഴുതി നമ്മുടെ മനസ്സുകളെ പുളകച്ചാർത്തണിയിച്ച യൂസുഫ് അലി കേച്ചേരിയാണ് ആലിലക്കണ്ണനെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുകൾ എഴുതിയത്. ഓടക്കുടൽ അവാർഡ് ലഭിച്ചു യൂസുഫ് അലി കേച്ചേരിക്ക്. എന്തിനാണ് അദ്ദേഹത്തിന് ഓടക്കുടൽ അവാർഡ് ലഭിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള പ്രകീർത്തനം എഴുതിയപ്പോൾ, ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള വലിയ ആശംസകൾ അദ്ദേഹം എഴുതി കവിതയാക്കിയപ്പോൾ ആ കവിതയ്ക്ക് അദ്ദേഹത്തിന് ഓടക്കുടൽ അവാർഡ് ലഭിച്ചു. അദ്ദേഹം ആ അവാർഡും സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ പത്രക്കാർ അദ്ദേഹത്തിന്റെ 4 വശവും കൂടിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മുസ്ലിമായ 5 നേരം നിസ്കരിക്കുന്ന യൂസുഫ് അലി കേച്ചേരിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ഇത്രമാത്രം എഴുതുവാനും അത് അവാർഡിന്റെ സ്ഥലം വരെ എത്തുവാനുമുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കളുടെ ദൈവമാണ്. ആ ദൈവത്തിനെ കുറിച്ചുള്ള പ്രകീർത്തനം എഴുതുവാൻ എന്റെ കൈകൾക്ക്, എന്റെ തൂലികയ്ക്ക് കഴിവ് ലഭിച്ചത് ഞാനൊരു പ്രവാചകന്റെ അനുയായിയാണ്. ലോകത്തിലെ സർവ്വ മതവിശ്വാസികളെയും ആദരിക്കണമെന്നും ഒരു ദൈവത്തിനെയും ചീത്ത വിളിക്കുവാൻ പാടില്ല എന്നും ഒരു ആരാധനാ വസ്തുക്കളെയും ആക്ഷേപിക്കുവാൻ പാടില്ല എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് മണലാരണ്യമാകുന്ന അറേബ്യയിൽ നിന്നുകൊണ്ട് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകന്റെ അനുയായിയാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് നല്ലതുപോലെ ശുദ്ധ മലയാളത്തിൽ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് കവിതകൾ എഴുതുവാൻ പറ്റുന്നത് എന്ന് യൂസുഫ് അലി കേച്ചേരി പറഞ്ഞുവെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഈ രാജ്യത്ത് ഒരുപാട് നന്മയിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ആ നന്മയിലൂടെ നമ്മൾ കടന്നു വരികയാണ്. ഇപ്പോഴും ആലോചിച്ചു നോക്കൂ, പ്രവാചകനെ ചീത്ത വിളിച്ചുകൊണ്ട് BJPയുടെ നുപൂർ ശർമ്മ എന്ന കേന്ദ്ര വക്താവ് വളരെ മോശമായി പറയുകയാണ്. അശ്ലീലങ്ങളാണ് പറയുന്നത്.
ആ അശ്ലീലങ്ങൾ പറയുമ്പോൾ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്നുണ്ട്, നമ്മൾ നമ്മളുടെ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നുണ്ട്, നമ്മുടെ എഴുത്തുകളും നമ്മുടെ തൂലികൾ ചലിക്കുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്ത് നിഷ്പക്ഷരായ ആളുകൾ, നിയമവിദഗ്ധരായ ആളുകൾ പരിശോധിക്കട്ടെ, പ്രവാചകനെ ഈ രാജ്യത്തെ ബിജെപിയുടെ നേതാക്കൾ ആക്ഷേപിച്ചതിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന കോടാനുകോടി വരുന്ന ഹൈന്ദവ സഹോദരന്മാർ ആരാധിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? ശ്രീരാമനെ ഞങ്ങൾ ചീത്ത വിളിച്ചിട്ടുണ്ടോ? പരമേശ്വരനെ ഞങ്ങൾ ചീത്ത വിളിച്ചിട്ടുണ്ടോ? പാർവതി ദേവിയെ ഞങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഹൈന്ദവ വേദങ്ങളെ ഞങ്ങൾ മോശപ്പെടുത്തിയിട്ടുണ്ടോ? പുരാണങ്ങൾ കൊള്ളില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സാമവേദം മാറ്റപ്പെടണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? യജുർവേദത്തിന്റെ പേപ്പറുകൾ കീറി വെക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയുകയില്ല. ഞങ്ങളെ കൊന്നാലും പറയുകയില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യങ്ങളിലൂടെ പോകുന്നവരാണ്. മാത്രമല്ല, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഒരു വാചകമുണ്ട്, ലാ തസുബ്ബു, നിങ്ങൾ ചീത്ത വിളിക്കുവാൻ പാടില്ല. ആ പ്രവാചകനിലൂടെ അവതരിച്ച വിശുദ്ധമായ വേദഗ്രന്ഥത്തിന്റെ പരിഭാഷ നിങ്ങളുടെ കൈകളിൽ കിട്ടും, ബുക്ക് സ്റ്റാളുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ആ പ്രവാചകൻ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു തന്നത്, നിങ്ങൾ മറ്റുള്ള സഹോദരന്മാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കുവാൻ പാടില്ല. വേദങ്ങളുടെ നാടാണ് നമ്മുടെ നാട്, പുരാണങ്ങളുടെ നാടാണ് നമ്മുടെ നാട്. ഉപനിഷത്തുകളുടെ, ശ്രുതികളുടെ, സ്മൃതികളുടെ, മുനിമാരുടെ, വേദവ്യാസന്റെ, ശങ്കരന്റെ, വാൽമീകിയുടെ, കൃഷ്ണദ്വൈപായകന്റെ, വേദവ്യാസന്റെ, ശങ്കരന്റെ, കപിലന്റെ, തുക്കാറാമിന്റെ, കണാദന്റെ, ചൈതന്യന്റെ, ജയദേവന്റെ, തുളസീദാസിന്റെ, കബീർദാസിന്റെ ഇന്ത്യയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. RSSന്റെ ഇന്ത്യയിലൂടെയല്ല, സംഘപരിവാർ പഠിപ്പിക്കുന്ന ഇന്ത്യയിലൂടെയല്ല. ഈ രാജ്യത്തിനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് മുഴുവനും കുഴിച്ചു മൂടിയിട്ട് ഹിന്ദുത്വ രാഷ്ട്രമായി ഈ രാജ്യത്തിനെ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമായി ഇവിടെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇവിടെ നിന്ന് ഇല്ലാതാക്കിയിട്ട് പിന്നീട് ഞങ്ങൾക്ക് സ്വസ്ഥമായി അങ്ങ് ജീവിക്കാമെന്ന രൂപത്തിൽ RSS നടപ്പിലാക്കുന്ന, സംഘപരിവാർ നടപ്പിലാക്കുന്ന വിദ്വേഷത്തിന്റെ വസ്തുതയല്ല ഈ രാജ്യത്ത് നിഷ്പക്ഷരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്നാണ് ഈ രാജ്യത്ത് ശത്രുത തുടങ്ങിയത്? 1000 ആണ്ട് വർഷങ്ങളായി ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രൈസ്തവരും ഇവിടുത്തെ സഹോദരന്മാരായി ജീവിച്ചവരാണ്. അന്ന് ഇവിടെ കൊലപാതകങ്ങളോ ഇവിടെ യാതൊരു വിധത്തിലുള്ള വർഗീയ കലാപങ്ങളോ നടന്നിട്ടില്ല. പക്ഷേ എപ്പോഴാണ് ഇതിന് മാറ്റം വന്നത്? 1893-ലാണ്. എന്തുകൊണ്ടാണ് 1893 പ്രത്യേകമായ ഹൈന്ദവ യോഗങ്ങൾ നടത്തപ്പെട്ടു? എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഈ രാജ്യത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉദയം ചെയ്തു. നമ്മുടെ രാജ്യത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉദയം ചെയ്തു. പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി മുന്നോട്ട് വന്നു. മഹാരാഷ്ട്രയിൽ ജ്യോതിറാവു ഫുലെയുടെ നേതൃത്വത്തിൽ മറാത്തയിൽ പ്രക്ഷോഭം നടത്തപ്പെട്ടു. ആദിമ ദ്രാവിഡ വിശ്വാസികളിൽപ്പെട്ട ആളുകൾ, തമിഴ്നാട്ടിൽ പെരിയോറുടെ നേതൃത്വത്തിൽ, EV രാമസ്വാമിയുടെ നേതൃത്വത്തിലെല്ലാം ദ്രാവിഡന്മാർ ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ മക്കളായ ഇന്ത്യ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികളായ കറുത്തവരായ ദ്രാവിഡർ അവരുടെ സമരവുമായി മുന്നോട്ട് വന്നു. കേരളത്തിന്റെ മണ്ണിൽ ഈഴവരുടെ സംസ്കാരത്തിനെ ഉയർത്തിപ്പിടിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഇവിടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വന്നു. പൊലയ സമുദായത്തിന്റെ രാജാവായി ബഹുമാന്യനായ മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഇവിടെ സാംസ്കാരികമായ മുന്നേറ്റങ്ങൾ വന്നു. മനസ്സിലാക്കട്ടെ, ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? ഏതെങ്കിലും ഒരു ചരിത്രത്തിന്റെ ദിശാഗന്ധികളിൽ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുദേവൻ ആർക്കെതിരെയാണ് സമരം ചെയ്തത്? ഈഴവ ശിവനെയാണ് ഞാൻ പ്രതിഷ്ഠിക്കുന്നത് എന്ന് അരുവിപ്പുറത്ത് പറയേണ്ടി വന്നില്ലേ? തന്റെ ഇഷ്ടദൈവത്തിന്റെ പ്രതിമ അദ്ദേഹത്തിന് സ്ഥാപിക്കുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവിടെ പറ്റുകയില്ല എന്ന് പറഞ്ഞ സവർണ മേധാവികൾ, നമ്പൂതിരിമാർ കടന്നു വന്നപ്പോൾ, ബ്രാഹ്മണാധിപത്യത്തിന്റെ ആളുകൾ കടന്നു വന്നപ്പോൾ, നിങ്ങളുടെ ശിവനെ അല്ല, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞ ബഹുമാന്യനായ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സമുദായത്തിന് മാറുമറയ്ക്കുവാൻ പറ്റുകയില്ലായിരുന്നു. ഈഴവ സ്ത്രീകൾ റോഡിലേക്ക് ഇറങ്ങിയാൽ, തമ്പ്രാക്കന്മാരുടെ മുന്നിലേക്ക് വന്നാൽ അവരുടെ നഗ്നത മറയ്ക്കുവാൻ അവകാശമില്ലായിരുന്നു. തൃശൂർ ജില്ലയിൽ ചേലക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ ഷഹീദെ മില്ലത്ത് ഈ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ മലബാർ പടയോട്ടങ്ങളിൽ കണ്ട വളരെ വേദനിപ്പിക്കുന്ന ഒരു രംഗം, സ്ത്രീകൾ മാറുമറയ്ക്കാതെ റോഡിലൂടെ നടക്കുന്നതാണ്. അദ്ദേഹം തന്റെ പട്ടാളക്കാരോട് ചോദിച്ചു, പത്രേ, എന്താണ് ഇവിടുത്തെ പെണ്ണുങ്ങൾ മാറുമറയ്ക്കാതെ നടക്കുന്നത്? അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ ഒരു ഉച്ചനീചത്വമുണ്ട്. ഇവിടുത്തെ ഈഴവ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശമില്ല, ഇവിടുത്തെ പൊലയ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശമില്ല. തൃശൂർ ജില്ലയുടെ ചേലക്കരയ്ക്ക് ചേലക്കര എന്ന് പേര് പറയാൻ കാരണം എന്തെന്നറിയുമോ? മൈസൂരിൽ നിന്ന് പ്രത്യേകമായി വസ്ത്രം കൊണ്ടുവരപ്പെട്ടു. ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ചേലകൾ വിതരണം ചെയ്യപ്പെട്ടു. ഇനി മുതൽ ടിപ്പു സുൽത്താന്റെ ഭരണാധികാരിയത്തിലുള്ള ഒരു സ്ഥലത്തും ഒരിക്കലും ഇവിടെ സ്ത്രീകൾ മാറുമറയ്ക്കാതെ നടക്കുവാൻ പാടില്ല. അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിൽ അവർ ജീവിക്കുവാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ അവർക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം കൊടുത്തത്. ശ്രീനാരായണ ഗുരുദേവൻ ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കെതിരെ അല്ല സമരം ചെയ്തത്. ഇന്ന്
മുസ്ലിമീങ്ങൾ ഹിന്ദുക്കളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞു പഠിക്കുന്നവർ നന്നായി മനസ്സിലാക്കട്ടെ, ചരിത്രം പഠിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും മുസ്ലിമീങ്ങൾക്കെതിരെ സമരം ചെയ്ത ആളല്ല. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ് ശിവഗിരി കുന്നിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വെച്ചത്, അദ്ദേഹം പാടിയത്. മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രിയങ്കരായ സഹോദരന്മാർ, പുലയ സഹോദരന്മാർ, അവർക്ക് വഴിയിലൂടെ നടക്കുവാൻ അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തില് കാതിൽ കടുക്കം ധരിച്ച് തലയിൽ തൊപ്പി വെച്ച് തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ വിരുമാറിലൂടെ ഒരു ചെറുപ്പക്കാരൻ തന്റെ 28ാമത്തെ വയസ്സിൽ വില്ലുവണ്ടിയിൽ കയറി വന്ന ചരിത്രം നമുക്കറിയാം. 129 വർഷങ്ങൾക്ക് മുമ്പാണ് അനന്തപുരിയിലൂടെ മഹാത്മാ അയ്യങ്കാളി എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം പുലയ സമുദായത്തിന്റെ പ്രതിനിധിയാണ്, പക്ഷേ അവർണ സമുദായത്തിന്റെ നവോത്ഥാന നായകനുമാണ്. അദ്ദേഹം അവിടെ സമരം നടത്തിയത് ആർക്ക് വേണ്ടിയാണ്? അദ്ദേഹം വില്ലുവണ്ടിയിൽ വന്നതിന്റെ 125ാം വാർഷികം നമ്മിൽ നിന്ന് കടന്നുപോയി. എന്തുകൊണ്ടാണ് അതൊരു ചരിത്ര സംഭവമായി മാറിയത്? ഒരാൾ വില്ലുവണ്ടിയിൽ വരുന്നത് ഒരു ചരിത്രമാകുമോ? അതേ ചരിത്രമാകുമായിരുന്നു 125 വർഷങ്ങൾക്ക് മുമ്പ്. അയാൾ പുലയനാണെങ്കിൽ അവന് വില്ലുവണ്ടിയല്ല, വഴിയിലൂടെ നടക്കുവാൻ അവകാശമില്ലായിരുന്നു. ആ മഹാത്മാ അയ്യങ്കാളി സമരം ചെയ്തത് ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കെതിരെയാണോ? നിഷ്പക്ഷരായ ആളുകൾ ചിന്തിച്ചുകൊണ്ട് മറുപടി പറയട്ടെ. കായൽ സമരം നടത്തിയില്ലേ ബഹുമാനപ്പെട്ട മഹാത്മാ അയ്യങ്കാളി? എന്തുകൊണ്ടാണ് കായൽ സമരം നടത്തിയത്? കരയിൽ ഒരുമിച്ച് കൂടി പുലയ സമുദായത്തിൽപ്പെട്ടവന് ഒരു യോഗം നടത്തുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ വള്ളങ്ങൾ കൂട്ടിക്കെട്ടിയിട്ട് കായൽ പരപ്പുകളിൽ യോഗം നടത്തേണ്ടി വന്ന മഹാത്മാ അയ്യങ്കാളി ഇവിടെ സമരം നടത്തിയത് മുസ്ലിമീങ്ങൾക്കെതിരെയാണോ? നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ പാവപ്പെട്ട സമുദായത്തിന്, ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെയും ചേർത്തുകൊണ്ട് നിങ്ങൾ വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്നത്? ഇവിടെയാണല്ലോ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. നമ്മുടെ കേരളത്തിന്റെ മണ്ണിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. എന്തിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്? നന്നായി മനസ്സിലാക്കണമല്ലോ. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വിളംബരമോ? അതെ, ഈ കേരളത്തിന്റെ മണ്ണിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ ചില പ്രത്യേക മതത്തിൽ ജാതിയിൽപ്പെട്ടവർക്കേ പറ്റുകയുള്ളായിരുന്നു, ചില ജാതിയിൽപ്പെട്ടവരെ കയറ്റുകയില്ലായിരുന്നു. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന കെ കേളപ്പൻ, അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്, വൈക്കം സത്യാഗ്രഹത്തിനുമൊക്കെ നേതൃത്വം നൽകിയ നമുക്കറിയാമല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് കേരളത്തിലേക്ക് വന്ന് കെ കേളപ്പൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സത്യാഗ്രഹ പന്തലിൽ വന്നിരുന്നു കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ലേ? എന്തിനു വേണ്ടിയാണ് സമരം നടന്നത്? അമ്പലത്തിൽ കയറി ഇഷ്ടദൈവത്തിനെ ആരാധിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി അധസ്ഥിതന്റെ സമരമാണ്. അവരാർക്കെതിരെയാണ് സമരം ചെയ്തത്? അവരെ അമ്പലത്തിൽ കയറ്റാതിരുന്നത് ഇവിടുത്തെ മുസ്ലിമീങ്ങളാണോ? അവരുടെ ക്ഷേത്രങ്ങൾ തടഞ്ഞത് ഇവിടുത്തെ മുസ്ലിമീങ്ങളാണോ? അവർ അമ്പലത്തിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ ഏതെങ്കിലും മുസ്ലിം മത സംഘടനകളാണോ? അല്ല. ഇന്നത്തെ RSSന്റെ സംഘപരിവാറിന്റെ മുൻ വിഭാഗങ്ങളിൽപ്പെട്ട സവർണ മേധാവിത്വമാണ് അവരെ തടഞ്ഞത് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. മനുഷ്യനായി ജീവിക്കുവാനുള്ള വഴി നടക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ടവൻ, വേദം സ്വീകരിക്കുവാൻ അവകാശം നിഷേധിക്കപ്പെട്ടവൻ, വേദം കേട്ടാൽ ചെവിയിൽ ഈഴമൊഴുക്കി ഒരിക്കണമെന്ന് പറഞ്ഞ പാവപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളുകൾ, വിദ്യാഭ്യാസം തടഞ്ഞവർ, പഞ്ചമി എന്ന പെൺകുട്ടിയുമായി വിദ്യാഭ്യാസത്തിന് പള്ളിക്കുടത്തിന്റെ വരാന്ത കയറി വന്ന മഹാത്മാ അയ്യങ്കാളിക്ക് പഞ്ചമി എന്ന പെൺകുട്ടിയുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത് പഞ്ചമി പുലയ സമുദായത്തിൽപ്പെട്ടവളായതുകൊണ്ട് ഇവിടുത്തെ സവർണരുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അവരെ ചേർക്കുവാൻ പറ്റുകയില്ല എന്നതിന്റെ പേരിലല്ലേ പഞ്ചമിയുമായി ശ്രീമാൻ അയ്യങ്കാളിക്ക്, മഹാത്മാ അയ്യങ്കാളിക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്? പ്രിയമുള്ളവരെ, നന്നായി മനസ്സിലാക്കുക. പിന്നെ എന്നാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്? നമ്മുടെ രാജ്യത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായപ്പോൾ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ബ്രാഹ്മണിസത്തിന് കേടാണ്, അവർക്ക് ഭീഷണിയാന്ന് കണ്ടപ്പോൾ ഒരു പുതിയ ശത്രുവിനെ നിർമ്മിക്കുകയായിരുന്നു നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റുകൾ. അങ്ങനെയാണ് 1893 പ്രത്യേകമായ സമ്മേളനം കൂടുന്നത്. പിന്നീട് നിരന്തരമായ അജണ്ടകളിലൂടെയാണ് മുന്നോട്ട് പോയത്. 925 ഇന്ത്യ രാജ്യത്ത് RSS രൂപീകരിക്കപ്പെടുകയാണ്. 923 അതിന് കൃത്യമായി 2 വർഷത്തിന് മുമ്പ് ആൻഡമാനിലെ പണിഷ്മെന്റ് ജയിലിൽ നിന്ന്, പോർട്ട് ബ്ലെയറിൽ നിന്ന് മാപ്പ് എഴുതി കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഇനി ഒരു സമരത്തിനും ഞാൻ നിൽക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മടങ്ങി വന്ന VD സവർക്കറുടെ നേതൃത്വത്തിൽ നാം നമ്മുടെ രാഷ്ട്രത്തിനെ നിർവചിക്കപ്പെടുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായി എഴുതി വെച്ചു. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാണ്. ആ മുസ്ലിമീങ്ങളും, രണ്ടാമത് ക്രിസ്ത്യാനികളും, മൂന്നാമത് ഇവിടുത്തെ മാർക്സിസ്റ്റുകാരും, പിന്നീട് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും ശത്രുക്കളാണ്. ഇന്ന് PC ജോർജിനെ പോലെയുള്ള, കല്ലറങ്ങാട് അച്ഛനെ പോലെയുള്ള ആളുകൾ ഇവിടുത്തെ സംഘപരിവാറുമായി തോളിൽ കൈയിട്ടുകൊണ്ട് അവർ ഉല്ലാസത്തോടെ നടക്കുകയാണ്. PC ജോർജിനെ കാണുമ്പോൾ അഭിവാദനങ്ങൾ എന്നാണ് ഇന്ന് BJPയുടെ നേതാക്കന്മാർ വിളിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട
PC ജോർജ്, കേരളത്തിന്റെ പുസ്തകശാലകളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. 150 രൂപ കൊടുത്താൽ പുസ്തകം വാങ്ങിക്കാൻ കിട്ടും. RSSന്റെ വിചാരധാര, അതുപോലെ തന്നെ VDS അവർക്കരുടെ പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള എന്താണെന്നറിയുമോ? ഒന്നാമത്തെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു മുസ്ലിമാണ്, രണ്ടാമത്തെ ആഭ്യന്തര ശത്രു നിങ്ങളാണ്. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ എന്ന് അവസാനിക്കുന്നുവോ, ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ ചെറുത്തുനിൽപ്പ് എന്ന് തീരുന്നുവോ, ഇവിടുത്തെ സംഘപരിവാറിനെതിരെയുള്ള സമരങ്ങളിൽ എപ്പോഴെങ്കിലും മുസ്ലിമീങ്ങൾ അശക്തരായി പോകുന്നുവോ, അതിന്റെ പിറ്റേ നാള് നിങ്ങളെ സെമിത്തേരിയിൽ അടക്കുവാനുള്ള അജണ്ടകളുമായിട്ടാണ് ഇവിടുത്തെ സംഘപരിവാർ മുന്നോട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. ഇപ്പോഴത്തെ ആവേശവും ഇപ്പോഴത്തെ ഓശാന വിളിയും ഒക്കെ അങ്ങ് മാറും. പിന്നീട് യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരും. ആ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുമ്പോ അന്ന് നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും. ഒരു പാവപ്പെട്ട സമുദായത്തിനെതിരെ സംഘപരിവാറുകാരുടെ ഒറ്റുകാരായി നിന്നുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ മതേതര ചൈതന്യത്തിനെ തകർക്കുവാൻ കാരണക്കാരനായതിന്റെ പേരിൽ പ്രിയപ്പെട്ട PC ജോർജ്, നിങ്ങളുടെ പിറകിൽ നിൽക്കുന്ന ആളുകൾ, കാസ പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മുന്നേറ്റങ്ങളുമൊക്കെ ഒരു ദിവസം കൈകടിക്കേണ്ടി വരും. കാരണം നിങ്ങൾ പാലൂട്ടി വളർത്തുന്നത് നിങ്ങളുടെ ശത്രുക്കളെ തന്നെയാണ്. നിങ്ങളെ കൊല്ലുവാൻ തക്കം പാർത്തിരിക്കുന്നവരെയാണ് നിങ്ങൾ പാലൂട്ടി വളർത്തുന്നത് എന്ന് നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. അതുകൊണ്ട് ദീർഘമായ പ്രഭാഷണങ്ങൾ ഞാൻ നിർവഹിക്കുന്നില്ല. തീർച്ചയായും ഇവിടെ മഗ്‌രിബ് നിസ്കാരത്തിനു ശേഷം അഫ്സൽ ഖാസിമിയുടെ നേതൃത്വത്തിലുള്ള പ്രഭാഷണങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട്. അവസാനമായി പറയുവാനുള്ളതൊന്നു മാത്രമാണ്. ഈ ആകാശത്തിന്റെ കീഴിൽ ഒരു ഭൂമി ഉണ്ടെങ്കിൽ, ആ ഭൂമിയിൽ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ, ആ രാജ്യത്തെ മുസ്ലിമീങ്ങൾ എവിടെ നിന്നും ഓടുപൊളിച്ചു വന്നവരല്ല. 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ ദിവസത്തിന്റെ 24 മണിക്കൂർ മുമ്പ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് കൂടി സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. കിഴക്കൻ പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ്, അതുപോലെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാനും ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടമാണ്, ശരീഅത്തിൽ അധിഷ്ഠിതമായ ഭരണകൂടമാണ് വന്നത്. അവിടുത്തെ കൊടി പച്ചക്കൊടിയാണ്, നല്ല സുന്ദരമായ ചന്ദ്രക്കലയുള്ള പച്ചക്കൊടിയാണ് പാകിസ്ഥാന്റെ കൊടി. അവിടുത്തെ ശരീഅത്തിന്റെ നിയമമാണ് അവിടുത്തെ ഭരണഘടന. പക്ഷെ അവിടേക്ക് മുസ്ലിമീങ്ങൾ കൂട്ടമായി പോവുകയും അവിടെ നിന്ന് ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരികയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പച്ചക്കൊടി വേണ്ട, ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക മതി എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമിക ശരീഅത്തിന്റെ ഭരണമുള്ള ഒരു രാഷ്ട്രമല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഉറച്ചു നിന്നവരുടെ പിൻഗാമികളാണ് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്കെല്ലാം പുണ്യമാണ് എങ്കിൽ ഞങ്ങൾക്കും അതെല്ലാം പുണ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങളുടെ അനുഷ്ഠാനങ്ങളും എല്ലാം പുണ്യമാണ് എങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടതും പുണ്യം തന്നെയാണ്. നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങൾക്ക് പുണ്യമാകുമ്പോൾ ഞങ്ങളുടെ പ്രവാചകന്മാർ ഞങ്ങൾക്ക് പുണ്യം തന്നെയാണ്. അവരുടെ വിശ്വാസപരമായ കാര്യത്തിനുള്ള സംരക്ഷണത്തിനായി ഞങ്ങളെപ്പോഴും മുന്നിൽ തന്നെ കാണും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് ആരുടെയും ഔദാര്യമല്ല. ഈ രാജ്യത്തെ, ഇന്ത്യ രാജ്യത്തിന് ഭരിക്കുവാൻ അവകാശം ലഭിച്ചു എന്ന് കരുതിയിട്ട് ഈ രാജ്യം നിങ്ങൾക്കാരും എഴുതി തന്നിട്ടില്ല. ഈ രാജ്യം ഇവിടുത്തെ ഓരോ പൗരന്റെയും രാജ്യമാണ്. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പൊരുതുന്നത്. ഈ രാജ്യത്ത് സംഘപരിവാറിൽപ്പെട്ട ആർക്കെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള അവകാശമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കും ക്രൈസ്തവർക്കും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കുമെല്ലാം ഈ രാജ്യത്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് നിങ്ങൾ മറക്കുവാൻ പാടില്ല. നിങ്ങൾ ജയ് ശ്രീരാം വിളിക്കാത്തതിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നവരാണ്. നിങ്ങളെപ്പോലെ നാണം കെട്ടവർ ലോകത്തെവിടെയാണുള്ളത്? ലോക രാജ്യങ്ങൾ നമുക്കറിയാമല്ലോ. 280ഓളം രാജ്യങ്ങൾ നമുക്കറിയാം, അല്ലെങ്കിൽ 300ഓളം വരുന്ന രാജ്യങ്ങൾ. ഏതെങ്കിലും ഒരു രാജ്യത്ത്, ആ രാജ്യത്തിൽ ഭൂരിപക്ഷമുള്ള ആളുകൾ അവരുടെ മതവിശ്വാസത്തിന്റെ ദൈവത്തിനെ സിന്ദാബാദ് വിളിക്കാത്തതിന്റെ പേരിൽ ആരെയെങ്കിലും തെരുവിൽ അടിച്ചു കൊന്ന ചരിത്രം ഇന്ത്യയിലല്ലാതെ എവിടെയെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഒരുപക്ഷെ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ, നാസികളുടെ നേതൃത്വത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യരെ ഗ്യാസ് ചേംബറുകളിൽ കൊന്നിട്ടുണ്ട്, ഒരുപാട് പേരെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ സ്വേച്ഛാധിപതികളല്ലാത്ത ഏതൊരു ഭരണകൂടത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോഴും ഏതെങ്കിലും വിശ്വാസികൾ അവരുടെ എതിർവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ദൈവത്തിന് ജയ് വിളിക്കാത്തതിന്റെ പേരിൽ അവരെ കൊന്ന ചരിത്രമുണ്ടോ? ഇവിടുത്തെ പ്രവാസികൾ ഒരുപാടുണ്ടല്ലോ. 45ഓളം വരുന്ന അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഉണ്ടല്ലോ. അല്ലാഹു അക്ബർ വിളിക്കാത്തതിന്റെ പേരിൽ നിങ്ങളെ കൊല്ലുന്നത് പോയിട്ട് നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാതിരുന്നിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ നന്നായി ചിന്തിക്കുക. നിഷ്പക്ഷരായ ആളുകൾ ചിന്തിക്കുക. ഒരു നേരത്തെ ഭക്ഷണം തരാതിരുന്നിട്ടുണ്ടോ? നീ ഹിന്ദു ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരണ്ട, നീ അല്ലാത്തതായതിന്റെ പേരിൽ ഇങ്ങോട്ട് വരണ്ട എന്ന് ലോകത്തെ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ അങ്ങനെ പറയുന്ന രൂപത്തിലേക്ക് ഈ രാജ്യത്തിനെ കൊണ്ടെത്തിക്കുകയല്ലേ ഇവിടുത്തെ സംഘപരിവാറിന്റെ നേതാക്കൾ ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായി മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ ആൾക്കൂട്ട കൊലകൾ നടത്തുന്നവരാണ്. പാവപ്പെട്ടവർ, ഈ രാജ്യത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ ഉപജീവന മാർഗമാണ് വടക്കേ ഇന്ത്യകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന പശുക്കളും മറ്റ് കന്നുകാലികളും. അത് വഴിയിൽ ചത്തു വീഴുമ്പോൾ അതിന്റെ തോൽ ഉരിഞ്ഞു കൊണ്ടുപോയി അവിടുത്തെ
ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാർക്കറ്റിൽ വിറ്റാൽ അവർക്ക് 2000-ഉം 1500 രൂപയും ഒക്കെ കിട്ടും. ആ പൈസ കൊണ്ട് അവർ മരുന്ന് വാങ്ങിക്കും, ആ പൈസ കൊണ്ട് അവർ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കും. അങ്ങനെ വഴിയിൽ ചത്ത് പിടഞ്ഞു വീണ് കിടക്കുന്ന പശുവിന്റെ തോലുരിഞ്ഞതിന്റെ പേരിൽ എത്ര ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് നിങ്ങൾ കൊന്നിട്ടുള്ളത്? എത്ര പേരെയാണ് നിങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളത്? ഒരു മനുഷ്യൻ, മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകൻ ഇന്ത്യയുടെ പട്ടാളക്കാരനാണ്. ആ പട്ടാളക്കാരന്റെ വീട്ടിൽ ഒരൽപ്പം മാട്ടിറച്ചി വെച്ചതിന്റെ പേരിൽ നിങ്ങൾ ആ മനുഷ്യനെ ഒരു ബലിപെരുന്നാൾ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് തെരുവിലിട്ട് നിങ്ങൾ പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ കൊന്നില്ലേ? ജുനൈദ് എന്ന് പറയുന്ന 12 വയസ്സുള്ള ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടി ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് പെരുന്നാളിന്റെ 2 ദിവസം മുമ്പ് പുതുവസ്ത്രം എടുക്കുവാൻ വേണ്ടി പോയപ്പോൾ, നീചന്മാരെ, നിങ്ങൾ ആ കുട്ടിയെ ട്രെയിനിൽ നിന്ന് തെള്ളിയിട്ട് കൊന്നില്ലേ? നിങ്ങളെ പോലെ കൊള്ളരുതാത്തവരാരാണ് ലോകത്തുള്ളത്? നിങ്ങളല്ലേ കാസർഗോഡ് ഒരു പള്ളിക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു ഈച്ചയെ പോലും ദ്രോഹിക്കാത്ത പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ഒരു മതപണ്ഡിതനെ, ആരെയും ഉപദ്രവിക്കാത്ത ഒരു മതപണ്ഡിതനെ നിങ്ങളല്ലേ അർദ്ധരാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ആ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ കടുത്തറുത്തു കൊന്നത്? അങ്ങനെ എത്രയെത്രയോ രംഗങ്ങൾ ഈ അടുത്തുള്ള തേവലക്കരയിലല്ലേ അലവിക്കുഞ്ഞു മൗലവി എന്ന് പറയുന്ന വന്ധ്യവയോധികനായ പണ്ഡിതനെ 1980-കളിൽ RSSന്റെ ശാഖകളിൽ പരിശീലനം ലഭിച്ച പ്രിയപ്പെട്ട സഹോദരന്മാരെ, 84 വയസ്സുള്ള വന്ധ്യവയോധികനായ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാട് മണ്ണിലൂടെ നടന്നുപോയ അലവിക്കുഞ്ഞു മൗലവി എന്ന് പറയുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവിനെ സുബഹി നിസ്കാരത്തിന് മുമ്പ്, രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് അംഗസ്നാനം എടുക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ കാലിലെ കുഴിനരമ്പ് വെട്ടി കൊന്നവർ നിങ്ങളല്ലേ? നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത് ലഭിച്ചത്? ഏത് വേദഗ്രന്ഥത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾക്കറിയുമല്ലോ ഈ രാജ്യത്തെ വേദഗ്രന്ഥങ്ങൾ. ശ്രീരാമന്റെ ചരിത്രം അറിയാമല്ലോ. സ്വന്തം രാജ്യത്ത് സ്വന്തം പിതാവ് തന്റെ മറ്റൊരു അമ്മയ്ക്ക് നൽകിയ, തന്റെ അച്ഛന്റെ മറ്റൊരു ഭാര്യയ്ക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് 14 വർഷം വനവാസം തെരഞ്ഞെടുത്ത ശ്രീരാമന്റെ പേരിലാണോ നിങ്ങൾ ഈ രാജ്യത്ത് കൊലപാതകങ്ങൾ നടത്തുന്നത്? നിങ്ങൾ ഈ രാജ്യത്തിന് അരക്ഷിതാവസ്ഥയിലാക്കുന്നത്? ഈ രാജ്യത്ത് മുഴുവനും ജനങ്ങൾക്ക് പ്രജാക്ഷേമ തൽപരനായി നിന്ന് ശ്രീ പരമേശ്വരന്റെ പേരിലാണോ നിങ്ങൾ ഇവിടെ അഴിഞ്ഞാട്ടം നടത്തുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല, നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. LK അദ്വാനി ബാബരി മസ്ജിദിന്റെയും രാമജന്മഭൂമിയുടെയും പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആളാണ്. നിങ്ങളൊരു ചരിത്രം പരിശോധിച്ചിട്ടെന്ന് പറയാമോ? ഇന്ന് ജീവിച്ചിരിക്കുന്ന LK അദ്വാനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു 2 മിനിറ്റ് ആരാധിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കിട്ടിയാൽ കൊള്ളാം. LK അദ്വാനി ഒരു അമ്പലത്തിലും പോയിട്ടില്ല. LK അദ്വാനി ഒരു വിശ്വാസത്തിന്റെയും അടിയല്ല. ഇവിടെ രാഷ്ട്രത്തിന്റെ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെ മാനസിക വികാരത്തിന് നിങ്ങൾ ഇടയ്ക്ക് വിടുകയാണ്. ഹിസ്റ്റീരിയ ബാധിച്ച ഒരു കൂട്ടം ആളുകൾ ഇവിടുത്തെ സാഹോദര്യത്തിനെ തകർത്ത് ഇവിടുത്തെ സംസ്കാരത്തിനെ ഇല്ലാതാക്കി നിങ്ങൾ ഈ രാജ്യത്തിനെ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇറച്ചിയുടെ പേരിൽ വരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ഹലാൽ വിവാദത്തിന്റെ പേരിൽ വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ, മാനസിക രോഗികൾ പറയുമോ ചായക്കടയിൽ വിൽക്കുന്ന ചായയിൽ വന്ധ്യംകരണത്തിലുള്ള മരുന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞവന് നിങ്ങൾ സിന്ദാബാദ് വിളിച്ചവനല്ലേ? ആലോചിച്ച് നോക്കൂ. അഷർബ് ടീ ഷോപ്പിലേക്ക് ആരാളുമൊക്കെ എത്ര പതിറ്റാണ്ടായി ഇവിടെ നടക്കുന്നു. അവിടുന്ന് ചായ കുടിച്ചിട്ട് കൊച്ചുങ്ങൾ ഉണ്ടാകാത്ത ആരെങ്കിലും ഈ രാജ്യത്തുണ്ടോ സഹോദരന്മാരെ? നമ്മൾ അങ്ങനെയാണോ ജീവിച്ചത്? അങ്ങനത്തെ തെമ്മാടിത്തരങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട അഫ്സൽ ഖാസിമി നമ്മുടെ വേദിയിലേക്ക് വരും. അങ്ങനത്തെ തെമ്മാടിത്തരങ്ങൾ പറയുന്നവർക്ക് നിങ്ങൾ സിന്ദാബാദ് വിളിക്കുമ്പോ നിങ്ങളെക്കാൾ വലിയ നാണക്കെട്ടവരാരാണുള്ളത്? ഒന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കൂ. ഈ വിളിക്കുന്നത് തുപ്പൽ വിവാദമത്രേ. ഏത് ഹോട്ടലിലാ സഹോദര ഭക്ഷണത്തിൽ തുപ്പിയിട്ട് കൊടുക്കുന്നത്? ഏത് സ്ഥലത്താണ്? നിങ്ങൾ ഏതെങ്കിലും ഒരു മതഭ്രാന്തന്മാർ വന്നിട്ട് അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവനവന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പടച്ചുവിടുന്നതിനെയെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങിയാൽ നിങ്ങൾ ഈ രാജ്യത്തിന്റെ മാനസികമായ ഐക്യത്തിനെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ മാനവിക സൗഹാർദ്ദത്തിനെയാണ് നിങ്ങൾ തകർക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളതൊന്നു മാത്രമാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചവരാണ്, ഈ രാജ്യത്ത് അവകാശമുള്ളവരാണ്. ഞങ്ങൾക്ക് നടക്കുവാനും ഇരിക്കുവാനും ചിരിക്കുവാനും താടി വെക്കുവാനും തൊപ്പി വെക്കുവാനും, ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കുവാനും നിസ്കരിക്കുവാനും, ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനുമുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അത് ഔദാര്യമല്ല. ആ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ പോരാടും. ഒരിക്കൽ ബ്രിട്ടീഷുകാർ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഡച്ചുകാർ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്, പോർച്ചുഗീസുകാർ കടന്നു വന്നിട്ടുണ്ട്. അവർ ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ കൈവച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഞങ്ങളുടെ മുൻഗാമികൾ പങ്കെടുത്തിട്ടുണ്ട്. ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് തന്റെ കൊട്ടാരത്തിൽ വെടിയേറ്റ് വീണത് ഏതെങ്കിലും ശത്രു രാജ്യവുമായി യുദ്ധം ചെയ്തിട്ടല്ല, ഈ രാജ്യത്തിലേക്ക് അധിനിവേശം കടത്തി വന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിലാണ്.
ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, നാട്ടുരാജ്യങ്ങൾ. ഏതെങ്കിലും ഒരു നാട്ടുരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത് മരണപ്പെട്ട ചരിത്രമുണ്ടോ? ഇല്ല. ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താനല്ല. മലപ്പുറം ജില്ലയുടെ കോട്ടക്കുന്നിന്റെ മുകളിലേക്ക് ബഹുമാന്യനായ ഒരു വ്യക്തിയെ കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനോട് പറയപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ മക്കയിലേക്ക് ഞങ്ങൾ നാടുകടത്താം, ബ്രിട്ടീഷുകാർക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ നിർത്തിക്കഴിഞ്ഞാൽ. ഏറനാട് മലയാള രാജ്യം എന്ന് പറയുന്ന രാജ്യമുണ്ടാക്കി, സ്വന്തമായി പാസ്പോർട്ട് അടിച്ച്, സ്വന്തമായി കറൻസി ഉണ്ടാക്കി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിവാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രമാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് കൈകെട്ടി, കണ്ണുകെട്ടി, കാലുകെട്ടി അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരു വാഗ്ദാനമുണ്ട്, പുണ്യഭൂമിയായ മക്കയിലേക്ക് നിങ്ങളെ വിടാം, ആ മക്കയിലേക്ക് നിങ്ങൾക്ക് പോയി ജീവിക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് മക്ക പുണ്യഭൂമിയാണ്, പക്ഷേ ഈ ഇന്ത്യ രാജ്യം എന്റെ ജന്മഭൂമിയാണ്, ആ ജന്മഭൂമിയാണ് എനിക്ക് ഇഷ്ടമുള്ളത് എന്ന്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിനെ കൊല്ലാൻ വിധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി പിറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലാൻ ഒരുങ്ങിയപ്പോ എന്റെ കണ്ണിന്റെ കെട്ടഴിച്ചിട്ട് എന്റെ മുന്നിൽ വന്ന് എന്റെ നെഞ്ചിന് നേരെ നിറവൊഴിക്കുക എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തോക്കിനുകളിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന വെടിയുണ്ടകള് വിരിമാറുകൊണ്ട് സ്വീകരിച്ച വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിന്തലമുറക്കാരാണ് ഞങ്ങൾ.